8 മണി 9 മണിക്ക് അങ്ങാടിക്ക് ഇറങ്ങിയാല് സകല പെൺകുട്ടികളും പാന്റും കുപ്പായിട്ട് നടക്കുക. എങ്ങനെ സഹോദരങ്ങളെ നമുക്ക് ഇത് എങ്ങനെ നമ്മളെ പെരയിൽ എങ്ങനെ ഒരു കുട്ടി അങ്ങനെ ഇറങ്ങുക? നിങ്ങൾ എന്താ ചെയ്യാ? അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? അർറജുല യൽബിസു ലുബ്സത്തൽ മർഅതി വൽ മർഅത തൽബിസു ലുബ്സത്തർ റജുൽ. ആണിന്റെ വസ്ത്രം ധരിച്ച പുരുഷനെയും പുരുഷന്റെ വസ്ത്രം ധരിച്ച പെണ്ണിനെയും, അല്ലെ? ആണിന്റെ വസ്ത്രം ധരിച്ച പെണ്ണിനെയും പെണ്ണിന്റെ വസ്ത്രം ധരിച്ച ആണിനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ടെന്നാണ്. നോക്കി, ആ പാന്റ് ഇട്ടുകൊണ്ട് ഒരു കുപ്പായ ഒരു പാന്റ് ഇട്ട് അതെങ്ങനെ നല്ല മഫ്തട്ടുണ്ടാവും, നല്ല പർദീക്കിടുന്ന നല്ല മഫ്തട്ടുണ്ടാവും. പക്ഷെ താഴത്ത് പാന്റ് കുപ്പായ കേൾക്കാറ് അത് എന്ത് ദീനാ സഹോദരങ്ങളെ? ആ തലമറച്ചത് എന്തുകൊണ്ടാണ്? അല്ലേ? തലമറ യാ അയ്യുഹൻ നബിയ്യു ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അല്ലേ? അവരുടെ എന്താണ് മൂടുപടങ്ങൾ ഇങ്ങനെ മാറിലൂടെ താഴ്ന്നു കിടക്കട്ടെ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ മഫ്ത ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കണം. ആ മക്കനെ താഴേക്ക് മാറിലൂടെ തൂങ്ങിക്കിടക്കണം. അല്ലേ? അങ്ങനെ കിടക്കുന്നുണ്ടാവും. പക്ഷെ താഴത്ത് പാന്റും ട്രൗസർ, പാന്റും ഷർട്ടും ഇട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കുട്ടി, പല സ്ഥാപനങ്ങളിലും പെൺകുട്ടികളുടെ യൂണിഫോം അതാണ്. മുസ്ലിം സ്ഥാപനങ്ങളിൽ വരെ അതാണ് യൂണിഫോം. എന്തൊരു ഗൗരവമുള്ള വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. സൂറത്തിന്റെ പേരെന്താ? പ്രകാശം എന്നാണ്, നൂറിനാണ്. സൂറത്തു നൂറിലാണ് പഠിപ്പിച്ചത്. അല്ലേ? ആണുങ്ങളോട് പറഞ്ഞില്ലേ എന്ത്? നിങ്ങൾ ദൃഷ്ടികളെ താഴ്ത്തണം. എന്താണ്? നിങ്ങളുടെ കാഴ്ചകളെ താഴ്ത്തണം. എന്താ സഹോദരൻ? എവിടെ നോക്കിയാലും സ്ത്രീ സൗന്ദര്യമാണ്, സ്ത്രീ നഗ്നതയാണ് കാണിക്കുന്നത്. അല്ലെ? പെണ്ണുങ്ങളോട് കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു. സൂറത്തുൽ നൂറിൽ 2 കൽപ്പനയുണ്ട്. ഇന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട 2 കൽപ്പനയാണ് സൂറത്തുൽ നൂറിൽ. ഒന്നെന്താ അറിയോ? ആണുങ്ങളോട് നോക്കരുത്, ദൃഷ്ടി താഴ്ത്തണം. സഹോദരങ്ങളെ, നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളെ മൊബൈൽ സ്ക്രീനിലും യൂട്യൂബിലും റീൽസിലും ഇതൊക്കെ വരുന്ന എന്താണ്? ഈ തോന്നിയവാസനത്തിന്റെ അശ്ലീല ചിത്രങ്ങളായ, അതാണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ക്ലിപ്പാണ് ആളുകൾ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഹെഡിങ് ആണ് ആളുകൾ കൊടുക്കുന്നത്. വീഡിയോക്ക് പോലും ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ അശ്ലീല ചുവയുള്ള ക്യാപ്ഷനാണ്. എന്നാലേ ആൾക്കാർ നോക്കുള്ളൂ, എന്നാലേ ആൾക്കാരൊന്ന് തുറന്നു നോക്കുള്ളൂ. എന്താ പയ്യനൊന്ന് കാണല്ലോ. എന്നാല് ഒരു മടിയില്ല ആൾക്കാർക്ക്. സഹോദരങ്ങളെ, കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. പെണ്ണിനോട് എന്താ പറഞ്ഞത്? പെണ്ണിനോട് പ്രദർശിപ്പിക്കരുത്, കാണിച്ചു കൊടുക്കരുത് എന്നാണ്. കാണിച്ചു വളരെ സീരിയസ് ആണ് സഹോദരങ്ങളെ. ഇന്നുകളെ ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ഏതാ? കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ്. പെൺകുട്ടികൾ മുഴുവൻ മുടി ചോപ്പിച്ച് നടക്കണേ. ചോപ്പിക്കണി നമ്മളെതിരല്ല, നിങ്ങൾ ഒതുവിന്റെ വെള്ളം തട്ടി നിങ്ങൾ ചോപ്പിച്ചോളി. പക്ഷേ ആ ചുവന്ന മുടി അത് ആർക്കേ കാണാൻ പാടുള്ളൂ? ഭർത്താവിനെ കാണാൻ പാടുള്ളൂ. അതാണ് പ്രശ്നം.